എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ചെയ്ത് കാണിക്കുന്നത് പൊരി വെച്ച് ചെയ്യുന്ന ഒരു വടയുടെ റെസിപ്പിയാണ്. ഇതുപോലെ ഒരു പ്രാവശ്യമെങ്കിലും ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു വടയുടെ റെസിപ്പിയാണ്. നല്ല ക്രിസ്പി ആയിട്ടിരിക്കുന്ന ഒരു വട കൂടിയാണ്. ഇത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഞാൻ ഈ ഗ്ലാസ് അളവാണ് കാണിക്കുന്നത്, അപ്പോൾ എല്ലാവർക്കും എടുക്കാനായിട്ട് പറ്റും. ഈ ഒരു ഗ്ലാസ്സിന് 4 ഗ്ലാസ് പൊരിയാണ് എടുക്കുന്നത്. ഇതാ 4 ഗ്ലാസ്സും എടുത്തിട്ടുണ്ട്. ഇതിന് ഏറെ വെള്ളം ഒഴിച്ചിട്ട് ഒരു 2 പ്രാവശ്യം നല്ലവണ്ണം കഴുകിയെടുക്കണം. കഴുകിയെടുക്കുക എന്ന് പറഞ്ഞാൽ കുറേയേറെ വെള്ളം ഒഴിക്കുക. ആദ്യത്തെ പ്രാവശ്യം നല്ലവണ്ണം ഒന്ന് ഉലച്ച് മാറ്റി വെക്കുക. രണ്ടാമത് വീണ്ടും വെള്ളം ഒഴിച്ചതിന് ശേഷം നല്ലവണ്ണം ഒന്ന് പിഴിഞ്ഞ് മാറ്റി വയ്ക്കണം. ഇത് നന്നായിട്ട് പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. വെള്ളം ഒന്നും ഇറ്റിട്ട് വീഴുന്നില്ല. അളവ് കുറഞ്ഞ പോലെ തോന്നും, ആ നനവ് വന്നതുകൊണ്ടാണ്. ഇനി ഇതിലോട്ട് ഒരു തവി ഫുള്ളായിട്ട് വളരെ ചെറുതായിട്ട് കൊത്തി അരിഞ്ഞ സവാള ചേർത്തിട്ടുണ്ട്. ഞാനത് ചോപ്പറിലാണ് അരിഞ്ഞത്. ഇനി ഒരു സ്പൂണോളം ചെറുതായിട്ട് കൊത്തി അരിഞ്ഞ് ഇഞ്ചി ചേർക്കുക. പച്ചമുളക് എരിവിനനുസരിച്ച് ചേർക്കുക. കുറച്ച് കുരുമുളക് പൊടി കൂടെ ചേർക്കുന്നുണ്ട്. ഇനി ഉപ്പാണ് ചേർക്കുന്നത്. ഉപ്പ് വളരെ ശ്രദ്ധിച്ച് ചേർക്കുക. പൊരിക്കകത്ത് നല്ലവണ്ണം ഉപ്പുണ്ട്, അതനുസരിച്ച് കുറേശ്ശെയായിട്ട് ചേർക്കുക. ഇനി 2 സ്പൂണ് കടലമാവാണ് ചേർക്കുന്നത്. ഫുള്ളായിട്ട് എടുത്തിട്ടുണ്ട്. ഇനി ഒരല്പം കായപ്പൊടിയൂടെ ചേർക്കുന്നുണ്ട്. ഇനി വലിയൊരു ഉരുളക്കിഴങ്ങ് കുക്കറിനകത്ത് നല്ലവണ്ണം വേവിച്ചതിന് ശേഷം ഉടച്ചെടുക്കുക, അതുകൂടെ ചേർത്തിട്ടുണ്ട്. ഇനി കുറച്ച് മഞ്ഞൾപ്പൊടിയൂടെ ചേർക്കുകയാണ്. ഇനി കറിവേപ്പില ഇഷ്ടമെന്നുണ്ടെങ്കിൽ ചെറുതായിട്ട് അരിഞ്ഞ് കറിവേപ്പില ചേർക്കുക. മല്ലിയില ഇഷ്ടമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞ് ചേർക്കുക. ഈ കൂട്ടത്തിൽ തന്നെ ഒരു ഐറ്റം കൂടി ചേർക്കാനുണ്ടായിരുന്നു, അത് സ്കിപ്പായിട്ടുണ്ട്. അത് പിന്നീട് ചേർക്കുന്നുണ്ട്. ഇതെല്ലാം കൂടെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്യുകയാണേ. ഇനി ആ സ്പൂണൊന്ന് മാറ്റിയിട്ട് കൈവച്ച് മിക്സ് ചെയ്താൽ മാത്രമേ ശരിയാവത്തുള്ളൂ. നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. വെള്ളമൊന്നും ഒട്ടും ചേർക്കരുത്. ആ ഉരുളക്കിഴങ്ങിലുള്ള നനവൊക്കെ ധാരാളം മതി. ഈ ഒരു അളവ് കറക്റ്റാണ്. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്യണം കറക്റ്റാണോ എന്ന്. ഇതാണ് വിട്ടുപോയത്. ഗരം മസാലയാണ് ചേർക്കുന്നത്. അതോടെ ചേർത്ത് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. നല്ല ചപ്പാത്തി മാവ് പോലെ കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് ബോൾ പോലെ കുറേശ്ശെ എടുത്ത് നല്ലവണ്ണം ഉരുട്ടിയെടുക്കണം. എല്ലാ അളവും ഒരുപോലെ ഇരിക്കണേ. ഇനി സാധാരണ ഉഴുന്നുവട പോലെ നടുക്കൊരു ഹോളിട്ട് കൊടുക്കുക. ഹോളിട്ടതിന് ശേഷം നല്ലവണ്ണം ഒന്നുകൂടെ ഒന്ന് ഷേപ്പ് പിടിച്ചിട്ട് എല്ലാം ഞാനിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഈസി ആയിട്ട് അത് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഏകദേശം 10 എണ്ണോളം ഈ ഒരു അളവിന് വരുന്നുണ്ട്. ഇനി എണ്ണ നന്നായിട്ട് ചൂടായതിന് ശേഷം വേണം ഓരോന്നായിട്ട് പെറുക്കിയിടാനായിട്ട്. എല്ലാം പെറുക്കിയിട്ടതിന് ശേഷം ഉടനെ ഒന്ന് തവി വെച്ച് ഇളക്കരുത്. ഒരു 2-3 മിനിറ്റ് നേരത്തേനെ ഒന്നും ചെയ്യാതെ അങ്ങനെ വിടുക. അതേ ചൂടിൽ തന്നെ വിടുക. നമ്മൾ എണ്ണയിലോട്ട് ആദ്യമേ ആ വട ഇടുമ്പോഴത്തേനെ എണ്ണയുടെ ചൂടൊന്ന് കുറയും. അപ്പോഴത്തേന് ആ ചൂടൊന്ന് ബാലൻസ് ആകാൻ വേണ്ടി ഒരു 2-3 മിനിറ്റ് നേരത്തേനെ അങ്ങനെ തന്നെ വിടുക. നമ്മൾ ചിലപ്പം വടയൊക്കെ എണ്ണയിലിടുന്ന സമയത്ത് ഒന്ന് കയറി ഇറങ്ങി ഒക്കെ തന്നെയായിരിക്കും ഇടുന്നത്. ഒന്നും ചെയ്യേണ്ട, അങ്ങനെ 2-3 മിനിറ്റ് നേരത്തേനെ വെച്ചതിന് ശേഷം ആ എണ്ണയുടെ ചൂടൊന്ന് ലെവലായതിന് ശേഷം വേണം പതുക്കെ ഒന്ന് ഇളക്കി ലെവലാക്കി ഇടാനായിട്ട്. ബാക്കി സമയം ഫുള്ളായിട്ട് മീഡിയം ഫ്ലെയിമിൽ തന്നെ തിരിച്ചും മറിച്ചും ഇട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. ഇത് നമ്മുടെ പരിപ്പ് വടയുടെ ഷേപ്പിൽ ഉരുട്ടിയെടുക്കാനായിട്ട് പറ്റും. അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ സ്ഥിരമായിട്ട് വട ഉണ്ടാക്കാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ആ സെൻറ്റർ ഭാഗം വെന്തോ ഇല്ലെന്നുള്ളൊരു കൺഫ്യൂഷൻ നമുക്കുണ്ടാകും. അതുകൊണ്ട് ആദ്യമേ ഉണ്ടാക്കുന്നവർ ഇതുപോലെ ഉഴുന്നുവട ഷേപ്പിൽ തന്നെ ഉണ്ടാക്കുക. ഇങ്ങനെയാകുമ്പോൾ ആ നടുക്കൂടെ എണ്ണ കയറി ഇറങ്ങിയിട്ട് ഈവനായിട്ട് കുക്കായി കിട്ടുകയും ചെയ്യും. നമുക്ക് ഒരു ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. നല്ല മുരുമുരാന്ന് എല്ലാ ഭാഗവും ഒരുപോലെ വെന്ത് കിട്ടുകയും ചെയ്യും. പിന്നെ കടലമാവിൻ്റെ ടേസ്റ്റ് ഒരുപാട് ഇഷ്ടമില്ലാത്തവർക്ക് 1 സ്പൂൺ കടലമാവ് ആക്കിക്കൊണ്ട് 1.5 ഉരുളക്കിഴങ്ങ് വേവിച്ച് ചേർത്താൽ മതി. അപ്പോൾ ആ കൺസിസ്റ്റൻസി കറക്റ്റ് ആയിക്കോളും. നല്ല ക്രിസ്പിയാണ്. നിങ്ങൾക്ക് സൗണ്ട് കേൾപ്പിച്ച് തരാം. അകം നല്ല സോഫ്റ്റുമാണ്. നമ്മുടെ ഉഴുന്നുവടയുടെ കൂടെ ഉണ്ടാക്കുന്ന തേങ്ങാ ചട്നി ഉണ്ടല്ലോ, കട്ടി തേങ്ങാ ചട്നി, അതിൻ്റെ കൂടെ നല്ല കോമ്പിനേഷനാണ്. പിന്നെ ആ സവാളയും കറിവേപ്പിലയും അല്ലെങ്കിൽ മല്ലിയിലയും ഒക്കെ അരിഞ്ഞിടുന്ന സമയത്ത് വളരെ പൊടിയായിട്ട് അരിഞ്ഞ് ചേർക്കുക. അപ്പോൾ നല്ല ഷേപ്പിൽ
ഇങ്ങനെ അല്ലെങ്കിൽ സവാളയൊക്കെ ഇങ്ങനെ തെള്ളി നിൽക്കും. നമുക്ക് ഷേപ്പ് പിടിക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടായിട്ട് വരും. അതുകൊണ്ട് എല്ലാം പൊടിയായിട്ട് അരിഞ്ഞ് ചേർക്കുക. പിന്നെ നിങ്ങൾ കണ്ടുപോലെ എണ്ണ നല്ല ക്ലിയറാണ്, ഒട്ടും പൊട്ടി പോകത്തുമില്ല, ഒട്ടിപ്പിടിക്കത്തുമില്ല, എണ്ണയൊട്ട് കുടിക്കത്തുമില്ല. ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ഒക്കെ തന്ന് സപ്പോർട്ട് ചെയ്യാൻ കൂടി മറന്നു പോലെ. താങ്ക്സ് ഫോർ വാച്ചിങ്.